മാക്രോണി മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ സവോള ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ വഴറ്റിയെടുക്കാം. സവോളയ്ക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാക്രോണിയിൽ നമ്മൾ ഉപ്പും അതുപോലെ തന്നെ ഓയിലും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. നിറമൊക്കെ മാറി വരുന്ന സമയത്ത് 2 വലിയ തക്കാളിക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മൂടി വെച്ച് ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അത് അവസാനം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് അല്പം മസാലകളും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണുള്ള എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 കപ്പോളം വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടോടെ സെർവ് ചെയ്യാം.